ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ജാഷീസ് കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന വെറും 3 ചേരുവകൾ കൊണ്ട് മിനിറ്റുകൾക്കുള്ളിൽ ഉണ്ടാക്കാവുന്ന നല്ലൊരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അങ്ങനെ പുതിയൊരു റെസിപ്പിയൊന്നല്ല, മിക്കവർക്ക് അറിയുന്നത് തന്നെയാണ്. എന്നാൽ ഈ ഒരു സ്വീറ്റ് ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവർ അല്ലെങ്കിൽ ഇതുവരെ കഴിക്കാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നതാണ്. ഉറപ്പായിട്ട് ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്യേണ്ട ഒരു സ്വീറ്റ് റെസിപ്പിയാണിത്. സേമിയയാണ് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയന്റ്. അപ്പൊ കുട്ടികൾക്കൊക്കെ വെറും 10 മിനിറ്റിനുള്ളിലായിട്ട് ഒരു സർപ്രൈസ് ആയി ഉണ്ടാക്കി കൊടുക്കാവുന്ന ഈ കിടിലൻ സ്വീറ്റ് എങ്ങനെ റെഡിയാക്കാമെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഇതുവരെ നമ്മളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരും എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തുടർന്ന് ഇതുപോലുള്ള ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റി റെസിപ്പികൾ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ അതൊന്നും പോലും മിസ്സാവാതെ കാണാനായി ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ കൂടെ കിട്ടുന്നുണ്ടെന്ന് ഒന്ന് ഉറപ്പുവരുത്താട്ടോ. അപ്പൊ ആദ്യം ഒരു പാൻ ചൂടാക്കി ഇതിലേക്ക് നെയ്യ് ഒഴിച്ചെടുക്കാം. ഈ ഒരു സ്വീറ്റ് ഉണ്ടാക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആകെ 3 ചേരുവകളെ ആവശ്യമുള്ളൂ എന്ന്. അതിൽ 3 ചേരുവകൾക്കും അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നിങ്ങളുടെ ടേസ്റ്റിനും പിന്നെ നിങ്ങൾ എത്ര അളവിലാണ് ഇത് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് ചേരുവകളിൽ മാറ്റം വരുത്താം. ഇപ്പൊ ഞാൻ ഇതിലേക്ക് 1/4 കപ്പ് നെയ്യ് ചേർക്കുന്നുണ്ട്. നെയ്യ് ചൂടായി വന്നാൽ ഇതിലേക്ക് സേമിയ ചേർത്തെടുക്കാം. സേമിയ ഞാൻ ഒരു പാക്കറ്റ് മുഴുവൻ, അതായത് 200 ഗ്രാം എടുത്തിട്ടുണ്ട്. ഇത് ചേർക്കുമ്പോഴേ കൈകൊണ്ട് ചെറുതായി ഒന്ന് ക്രഷ് ചെയ്ത് കൊടുത്താൽ നന്നായിരിക്കും. ഇതിന് നമുക്ക് നെയ്യിൽ നല്ല പോലെ ഒന്ന് വഴറ്റാം. കളർ ചെറുതായി ഒന്ന് ചേഞ്ച് ആയി വരുന്നത് വരെയാണ് വഴറ്റേണ്ടത്. ഈ സ്വീറ്റ് ഉണ്ടാക്കാൻ ഇതുപോലത്തെ സേമിയ തന്നെ വേണമെന്നൊന്നുമില്ല. നാട്ടിൽ കിട്ടുന്ന വണ്ണുള്ള സൈസ് സേമിയയും എടുക്കാം. പക്ഷെ കുറച്ചുകൂടെ ടേസ്റ്റ് ഇതുപോലത്തെ സേമിയ കൊണ്ട് ഉണ്ടാക്കുന്നതായിരിക്കും. ഇപ്പൊ സേമിയയുടെ കളർ ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തെടുക്കാം. ഞാൻ ഏകദേശം 1/2 ടീനാണ് ചേർക്കുന്നത്. ഇത്രയും മിൽക്ക് മെയ്ഡ് ചേർക്കുമ്പോൾ ഒരു മീഡിയം മധുരമാണ് ഈ സ്വീറ്റിന് ഉണ്ടാവുക. ഇനി നല്ല മധുരത്തിൽ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അതിനനുസരിച്ച് മിൽക്ക് മെയ്ഡ് കൂടുതൽ ചേർത്തെടുക്കാം. ഇതിന് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇതും ഒരു ബേസിക് മെത്തേഡാണ് ഞാൻ കാണിക്കുന്നത്. നിങ്ങൾക്ക് എക്സ്ട്രാ ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നട്ട്സ് ഏതെങ്കിലും ഇഷ്ടമുള്ളത് ചേർക്കാം. പിന്നെ ഫ്ലേവറിനായിട്ട് ഏലക്കായ പൊടിച്ചത് അല്ലെങ്കിൽ വെല്ല എസൻസ്, അതും അല്ലെങ്കിൽ കുങ്കുമപ്പൂ ഒക്കെ ചേർത്ത് കൊടുക്കാം. വെല്ല എസൻസ് അല്ലെങ്കിൽ കുങ്കുമപ്പൂ ആണ് ചേർക്കുന്നതെങ്കിൽ മിൽക്ക് മെയ്ഡിൽ കലക്കിയിട്ട് ചേർത്താൽ എല്ലായിടത്തും ഒരുപോലെ മിക്സ് ആയിക്കോളും. മിൽക്ക് മെയ്ഡ് നല്ല പോലെ വറ്റി നെയ്യ് തെളിഞ്ഞു വരാൻ തുടങ്ങിയാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇത് അത്യാവശ്യം ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്വീറ്റ് ആണ്. ഇത് നല്ല പോലെ സോഫ്റ്റ് ടെക്സ്ചറിൽ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് കുറച്ച് പാൽ ചേർത്ത് വറ്റിച്ചെടുക്കാം. ഫ്ലെയിം ഓഫ് ആക്കി ഉടനെ ചൂടോടെ കൂടെ തന്നെ നമുക്കിത് ഷേപ്പ് ആക്കി എടുക്കാം. ഒന്നെങ്കിൽ കൈ വെച്ച് ഉരുട്ടിയെടുക്കുക, അല്ലെങ്കിൽ ഇതുപോലുള്ള പ്ലാസ്റ്റിക് പാത്രത്തിലോ പല ഷേപ്പുള്ള ചെറിയ മോൾഡുകളിലോ സ്റ്റീലോ ഗ്ലാസോ ആയിട്ടുള്ള കുഞ്ഞു ബൗളുകളിലൊക്കെ വെച്ച് ഷേപ്പ് ആക്കാം. ചൂടാറുന്തോറും ഇത് കുറച്ച് വരാൻ തുടങ്ങും. അതുകൊണ്ട് ചൂടോടെ കൂടെ തന്നെ ഷേപ്പ് ആക്കാൻ ശ്രദ്ധിക്കണേ. ഫ്രിഡ്ജിൽ വെച്ചാൽ കുറച്ചുകൂടെ ഹാർഡാകും. അധികം മധുരമില്ലാത്ത ബ്ലാക്ക് കോഫി അല്ലെങ്കിൽ കട്ടൻ ചായയുടെ ഒക്കെ കൂടെ കഴിക്കാൻ കിഡിലൻ ടേസ്റ്റ് ആണ്. അപ്പൊ നല്ല ഹാർഡ് ആൻഡ് ക്രിസ്പി ആയിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ളവർ ഇത് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കുക. ഒരു ബുദ്ധിമുട്ടുമില്ല, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടാ. എന്നിട്ട് ഫീഡ്ബാക്ക് വീഡിയോയുടെ അടിയിൽ തന്നെ കമന്റായി അറിയിക്കാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്ന് പറയുന്നത് പോലെ തന്നെ ലൈക്കും ഷെയർ ഒക്കെ ചെയ്യുക. വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായം കമന്റായി തന്നെ അറിയിക്കുക. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇനി ഇതുപോലുള്ള ഈസിയും ടേസ്റ്റിയും വെറൈറ്റിയുമായിട്ടുള്ള റെസിപ്പിയുമായി അടുത്ത വീഡിയോയിലൂടെ കാണുന്നവരേക്കും ബൈ, അസ്സലാമു അലൈക്കും.